സുഹൃത്തുക്കളെ പുതിയൊരു യാത്ര തുടങ്ങുകയാണ്. ആലപ്പുഴയൊക്കെ പോകുന്നുണ്ട്. ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരം കൊട്ടാരങ്ങളൊക്കെ കാണുന്നുണ്ട്. അങ്ങാടിപ്പുറത്ത് നിന്നാണ് തുടങ്ങുന്നത്. നേരെ ചങ്ങനാശ്ശേരി ചെന്ന് ഇറങ്ങുക. ചങ്ങനാശ്ശേരി ചെന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ പാതിരാക്ക് 2:30 മണിക്കാണ് അവിടെ ഇറങ്ങുന്നത് കേട്ടോ. കിട്ടിയ ഒരു റൂം ഏതായാലും എടുത്തു. അതിൻ്റെ സൗന്ദര്യമൊന്നും നോക്കിയില്ല. അന്ന് നേരം വെളുക്കുന്നത് വരെ അവിടെ കിടന്ന് നേരം വെളുത്ത് നീച്ച് നോക്കുമ്പോൾ കിടക്കുന്നത് ബസ് സ്റ്റാൻഡിൻ്റെ മുകളിലാണ് ഞങ്ങൾ കിടക്കുന്നത്. ബസ് സ്റ്റാൻഡ് പ്രൈവറ്റ് ഉണ്ട്, തൊട്ടപ്പുറത്ത് KSRTC ഉണ്ട്. ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഏതായാലും ഞങ്ങൾ KSRTCയുടെ ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ് തന്നെ ചൂസ് ചെയ്തു. ആ പോക്ക് ഞങ്ങൾ നേരെ ആലപ്പുഴയിലേക്കാണ്. ആലപ്പുഴയിലേക്ക് പോകുന്ന വഴി ഇരു സൈഡിലും വെള്ളക്കെട്ടുണ്ട്, ചതുപ്പ് പാടങ്ങളുണ്ട്, പിന്നെ കണ്ണത്തോ ദൂരത്തോളം നെൽകൃഷിയുണ്ട്. ഇതിങ്ങനെ മാറി 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 വരിക. ഈ വെള്ളക്കെട്ടും നെൽകൃഷിയും ചതുപ്പ് പാടങ്ങളും ഇങ്ങനെ മാറി 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 വരിക. ആ പോക്ക് ഇരു സൈഡുകളിലും സമാനമായ ഇതേ അവസ്ഥ തന്നെയാണ്. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആലപ്പുഴ ചെന്നിട്ട് വേണം ഞങ്ങൾക്കൊരു ബോട്ട് യാത്ര നടത്താൻ. ആ ബോട്ട് യാത്രയ്ക്കുള്ള പോക്കാണ്. ആ ബോട്ട് യാത്ര ഞങ്ങൾ ബോട്ട് യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ കൊല്ലത്തേക്കാണ്. കൊല്ലത്തേക്കൊരു വണ്ടിയുണ്ട്, ഒരു ബോട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ പറയണത് കേട്ടെ. ഏതായാലും അവിടെ പോയി നോക്കട്ടെ. ആ യാത്ര എങ്ങനെ ഉണ്ട് എന്നുള്ളത് അവിടെ കയറിയിട്ടേ ചെന്നിട്ടേ പറയാൻ പറ്റുള്ളൂ. ഏതായാലും ഈ ആലപ്പുഴയ്ക്ക് പോകുന്ന വഴി ഉണ്ടല്ലോ, അടിപൊളി വഴി കേട്ടോ. കാരണം ഞാൻ നാട്ടിലൊന്നും കാണാത്ത രൂപത്തിലുള്ള ഇരു സൈഡും ഒരു ചതുപ്പ് പാടങ്ങൾ പോലെ ഇങ്ങനെ കിടക്കുകയാണ്. കൃഷിസ്ഥലമായ കണ്ണത്താ ദൂരത്തോളം കിടക്കുകയാണ്. ആ പോക്ക് അങ്ങനെ ആലപ്പുഴ വരെ അതന്നെ കാഴ്ച. ചെങ്ങന്നൂരിൽ നിന്ന് ആലപ്പുഴ വരെ സമാനമായ കാഴ്ചയാണ്. ഇതേ കണ്ണത്താ ദൂരത്തോളം ഈ കൃഷി തന്നെ. ഏതായാലും ഞങ്ങൾ ആലപ്പുഴ എത്തിത്തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട്. കായലിൻ്റെ ലക്ഷണങ്ങൾ, ഹൗസ് ബോട്ടുകൾ എന്നങ്ങനെ കണ്ടു തുടങ്ങുന്നുണ്ട്. ആലപ്പുഴ എത്തുന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട്. അതിലേറെ രസമുള്ളൊരു കാഴ്ചയാണിത്. മീൻ പിടിച്ച് കണ്ട് ഇന്നലെ ഇട്ട വലയെന്ന് തോന്നുന്നത്. വലയൊക്കെ ഇന്ന് രാവിലെ തന്നെ അവർ മീനൊക്കെ മാറ്റിയെടുക്കുകയാണ്. ഏതായാലും ഞങ്ങൾ ഒരു ബസ്സിലാവുകൊണ്ട് കൂടുതൽ സമയം കാണാൻ പറ്റിയില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങൾ ആ ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക.